എൻ്റെ പൊന്ന് സാധനല്ലേ, ഒരു പെണ്ണ് കാണാൻ വന്നതല്ലേ, ഒന്ന് ചിരിച്ചൂടെ നിനക്ക്? എൻ്റെ പൊന്നു ചേട്ടാ, അമ്മയ്ക്ക് വിവരില്ല. നിങ്ങൾ ഇന്നത്തെ കാലത്ത് ആളല്ലേ. ഒരു ചാവടിക്കുന്ന സമയം കൊണ്ട് ഒരു പെൺകുട്ടിയെ കുറിച്ച് എന്തറിയാനാ? നീ ഒരു പെണ്ണിനെ നല്ലോണം മനസ്സിൽ കൊണ്ട് നടന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി? തേച്ചിട്ട് പോയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കേട്ടിടത്തോളം നല്ല കൊച്ചാ. കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ വാ വാ, ഇരിക്കും. ആ ജോലി സിവിൽ എഞ്ചിനീയറാ. ഓ, നമ്മള് ഞാൻ ചേട്ടനാ. ഓ എങ്ങനെ പോണു ജോലിയൊക്കെ? കുഴപ്പമില്ല. എന്നാ കുട്ടീനെ വിളിക്കാം. ഓ ആവാം. ആ മോളെ, അച്ഛാ, മോളുടെ പേരെന്താ? കല്യാണി. ഞങ്ങള് കല്ലൂന്ന് വിളിക്കും. ഞാൻ ഡാ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ അതിനെന്താ, കല്ലു റൂമിലുണ്ട്. ഹായ്. ഹായ്. തൻ്റെ ഫേസ് ആകെ ഡള്ളാണല്ലോ. ഈ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതോ ഇനിയല്ല അഫെയർ എന്തെങ്കിലും ഉണ്ടോ? മറ്റൊരു തന്നെ ഇഷ്ടമായിരുന്നെങ്കിലേ ചായയായിട്ട് തൻ്റെ മുന്നിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അല്ല, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടും ആവാലോ. എടോ, ഒരു പെൺകുട്ടിക്ക് വിഷമിക്കാൻ പ്രണയം മാത്രമല്ല കാര്യമായിട്ടുള്ളത്. തനിക്ക് ആദ്യം തന്നെ സംശയമാണല്ലോ. അല്ല, ഞാൻ ആ സെൻസിൽ ചോദിച്ചല്ല. ഞാൻ തൻ്റെ കഴുത്തി തല കിട്ടുമ്പോൾ ആ മണ്ഡപത്തിൽ നിന്ന് ഒരുത്തനും കരഞ്ഞോണ്ടിറങ്ങി പോരുന്നതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിൻ്റെ വേദന എത്ര ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് അനുഭവിച്ച. തൻ്റെ പ്രോബ്ലം എന്താണെങ്കിലും എന്നോട് പറയും. അറ്റ്ലീസ്റ്റ് മനസ്സിനെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. Are you virgin? Yeah. I'm not. കുറച്ച് ദിവസം മുന്നേ I was raped. ഹേയ്, ഇഷ്ടമല്ലെങ്കിൽ മുഖത്തേക്ക് പറഞ്ഞോടൂ. അതിനിങ്ങനെ വലിയ നുണയൊക്കെ പറയണോ? തനിക്കെൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് നുണ പറയുന്ന പോലെയാണോ തോന്നിയത്? എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരെയും കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. തനിക്കറിയോ, എൻ്റെ ബോഡി പെയിൻ പോലും മാറിയിട്ടില്ല. കരയല്ലേ? കരയലടോ പ്ലീസ്. കരയല്ലേ? എവിടെ വെച്ചായിരുന്നു? ചെന്നൈയിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫ്രണ്ട്സുമായിട്ട് സ്ഥലം കാണാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വരാൻ ലേറ്റായി. അവിടെ ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് ഡ്രൈവർ എവിടെയോ ഇറക്കി വിട്ടു. അവിടെ കുറച്ച് പേരെന്നെ. അല്ല, അപ്പം താൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? ഇനി അവരുടെ ചോദ്യങ്ങൾ കൊണ്ടുള്ള പിച്ചി ചിന്തൽ കൂടി സഹിക്കാൻ വയ്യ.
എടോ, തനിക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നിർത്തി തരാൻ പറ്റുമോ? പ്ലീസ്. അത് കാര്യമാക്കണ്ട, ഞാൻ നോക്കിക്കൊണ്ട്. എടോ, തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് താൻ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റാതിരുന്നത്. പിന്നെ തന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടം ഇപ്പോഴും ഉണ്ട് കേട്ടോ. സഹതാപാണോ? അല്ലടോ, സ്നേഹം ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോഴല്ലേ അതിന് വില ഉണ്ടാവുള്ളൂ. എടോ, എനിക്ക് തന്റെ സ്നേഹം ആവശ്യമാ.